ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അരിക്കൂൺ എന്ന് പറഞ്ഞ സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇച്ചിരി കരിവേപ്പില ഇടുവാണ്. ഇഞ്ചിയും വെളുത്തുള്ളി ഇടുവാണ്. ഇന്നത്തെ കുക്കിംഗ് നീയായാണ്. കുറച്ച് ഉപ്പ് ഇടുവാണ്. ഉള്ളി വലുത് വന്നിട്ടുണ്ട്. നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇച്ചിരി മല്ലിപ്പൊടി ഇടുവാണ്. നമ്മൾ കുറച്ച് മീറ്റ് മസാല ഇടുവാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുവാണ്. 2 സ്പൂൺ മുളക് പൊടി ഇടുവാണ്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇടുവാണ്. ഇതിലേക്ക് കൂടിടുവാണ്. ഈ മസാല എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ആവശ്യത്തിന് വെള്ളം ഈ കൂണിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പം തന്നെ അതുകൊണ്ട് ലൂറി വന്നിട്ടുണ്ട് വെള്ളമേ. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് കണ്ടോ, ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ലെങ്കിൽ പോലും അതിനകത്ത് ആ കൂണിൽ നിന്ന് തന്നെ ഊറി വന്ന വെള്ളമാണ് ഇത്. അത് മാത്രം മതി. നമുക്ക് ഒരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചതിന് ശേഷം നോക്കാം കേട്ടോ. പിന്നെ അരിക്കൂൺ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഏതിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ തിന്നാനാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത്. ഏതിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാം. അതൊരു ഓപ്ഷനിലാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടാവുന്നതാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ കൂട്ടി നോക്കാതെ ഞാനൊക്കെ ഒരുപാട് വർഷം കുടിക്കുന്നതാണ് ഈ കറി കൂട്ടുന്നത് തന്നെ കേട്ടോ. ഇത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. അരിക്കൂൺ മസാല ഇട്ടിട്ട് ഓക്കെ. എല്ലാവരും ഒന്ന് കിട്ടുവാനും ട്രൈ ചെയ്യണം. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇത് എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്യണം. എല്ലാവരും കഴിച്ച് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.